Realme 7 ഒരു ക്വാളിറ്റി സ്മാർട്ട് ഫോണാണോ? 15,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു ചോയ്സാണോ ഇത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് Realme 7 എന്ന സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എറ്റ് യു. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. ഈ ഷോർട്ട് അൺബോക്സിംഗ് വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന വീഡിയോകളുടെ ഒരു ട്രെയിലറായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. Realme 7 ബേസ് ചെയ്തിട്ടുള്ള ഒരു 7 വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ Realme 7ൻ്റെ ബോക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സൽമാൻ ഖാൻ്റെ അച്ചിരിച്ച അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോട് കൂടിയുള്ള ആ ചിരിയാണ്. അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. റിയൽമിയുടെ ബ്രാൻഡിങ്ങുകൾ എല്ലാ സൈഡിലും കിടത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുഫാക്ചർ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ബ്രാൻഡ് ലോഗോ, പിന്നെ ഈ ഡിവൈസിൻ്റെ ചില പ്രത്യേകതകൾ, ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാൻ കഴിയുന്ന സോണി IMX682 എന്ന സെൻസറിൻ്റെ പ്രസൻസ്, ഇതൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെയുള്ള ഡിവൈസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴത്തെയും പോലെ ഈ ഡിവൈസും ഇന്ത്യയിൽ തന്നെയാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഓപ്പോയുടെ പ്ലാന്റാണ് ഈ ഡിവൈസ് മാനുഫാക്ചർ ചെയ്തത്. ഇതിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് 18,000 രൂപയാണ്. പക്ഷേ 15,000 രൂപയ്ക്കാണ് ഓൺലൈനിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നത് 6GB വേരിയൻറ്റ് ഡിവൈസാണ് കേട്ടോ, അതായത് ബേസ് മോഡൽ. Realme 7ൻ്റെ ബേസ് മോഡൽ തന്നെ 6GB 64GB ആണ്. അതൊരു നല്ലൊരു അഡീഷനാണ്. ഇനി ബോക്സ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു വെൽക്കം നോട്ടാണ് ആസ് യൂഷ്വൽ. പക്ഷേ ഇതിനകത്തൊരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ TUV റെയിൻലാൻഡിൻ്റെ ഒരു റിലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നത്, എക്സ്പെഷ്യലി ഒരു റിയൽമി പ്രൊഡക്റ്റിൽ. അതിൻ്റെ ഒപ്പം നമ്മുടെ കയ്യിൽ യൂഷ്വലായിട്ട് കിട്ടുന്ന ചില ലീഫ്ലെറ്റ്സും ഉണ്ട്, പ്രൊഡക്റ്റ് ഇൻഫർമേഷനും അതുപോലെ തന്നെ ചില യൂസർ ഗൈഡുകളും നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ലഭിക്കുന്നത് ഒരു ചെറിയ കേസാണ്. അപ്പോൾ ഈ കേസിൻ്റെ ക്വാളിറ്റി വളരെ നന്നായിട്ടുണ്ട്. എല്ലാ കമ്പനികളും ഇതുപോലുള്ള കേസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നന്നായിരുന്നു. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കേസും കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ്. സോ ഒരു ചെറിയ പൗച്ചിലാണത് വരുന്നത്. എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുന്നു, ആ സ്മാർട്ട് ഫോണിൻ്റെ പുറകിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന IMEI നമ്പറൊക്കെയുള്ള ആ ഫിലിം അത് സൂക്ഷിച്ച് വെക്കുക. ഒരു റിട്ടേണോ റീപ്ലേസ്മെൻറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ വാറൻറ്റി ക്ലെയിം ചെയ്യാനോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ലിങ്ക് ഇതേ മുകളിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ സമയമുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇതാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒത്തിരി ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഡിവൈസ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ കുറച്ച് തിക്നെസ് ഉണ്ട്. ബട്ട് ഓവറോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. ഇപ്പോൾ കണ്ടോ, ഞാനൊരു നോർമൽ സൈസ് ഹാൻഡുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ അത് ഒതുങ്ങുന്നുണ്ട്. ഡിവൈസ് ഫസ്റ്റ് ബൂട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ബാക്കി കണ്ടൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിനുള്ളിൽ ഇനിയൊരു വൂക്ക് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. BBKയുടെ പേറ്റൻറ്റഡ് ടെക്നോളജി ആയിട്ടുള്ള വൂക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ചാർജറാണിത്. ഇത് 5 watts 2 amp അല്ലെങ്കിൽ 5 watts 6 amp ഈ ഒരു 2 കോൺഫിഗറേഷനിൽ ചാർജ് ചെയ്യും. അതായത് 30 watt വരെയാണ് മാക്സിമം ചാർജ് ലിമിറ്റ്. റിയൽമിയുടെ സിഗ്നേച്ചർ സ്റ്റൈലായിട്ടുള്ള യെല്ലോ ആക്സെൻ്റുള്ള ഒരു ടൈപ്പ് C കേബിളും ബോക്സിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനുള്ളിൽ വരുന്നത്. ഇയർഫോൺ ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒട്ടുമിക്ക ഒരു ഡിവൈസ് മാനുഫാക്ചറും ഇപ്പം ഇയർഫോൺ നൽകുന്നില്ല. അങ്ങനെ ഒരു കമൻറ്റ് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലും ഇയർഫോൺ ഇല്ല കേട്ടോ. അപ്പോൾ ബോക്സിനുള്ളിൽ വരുന്ന കണ്ടൻറ്റ്സ് ഇതൊക്കെയാണ്: സ്മാർട്ട് ഫോൺ, കേസ്, ലീഫ്ലെറ്റ്സ്, വൂക്ക് ചാർജർ, ടൈപ്പ് C കേബിൾ, അതുപോലെ തന്നെ സൽമാൻ ഖാൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ചിരി. ഈ അവസാനം പറഞ്ഞ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. ഇനി ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തൊക്കെയാണെന്ന് പറയാം. ഫോൺ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. അതാണ് ഞങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിച്ചത്. അതുപോലെ തന്നെ നന്നായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഡിസൈനും കുഴപ്പമില്ല. ബിൽഡ് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ റിയൽമി വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ വെയിറ്റ് ആണ് ഞങ്ങൾ ഇമ്പ്രസ് ചെയ്തത്. 5000 mAh ബാറ്ററി ഉണ്ടെങ്കിലും 200 ഗ്രാമിന് താഴെയാണ് ഇതിൻ്റെ വെയിറ്റ്. പക്ഷേ അത്യാവശ്യം ഒരു തിക്നെസ് ഉണ്ട് കേട്ടോ. കാരണം പോക്കോ X2 ആയിട്ട് ഞങ്ങളൊന്ന് കമ്പയർ ചെയ്തു. ആ ഒരു കമ്പാരിസണിൽ ഞങ്ങൾക്ക് വ്യക്തമായൊരു സംഗതിയുണ്ട്. പോക്കോയിനേക്കാളും അല്പം കൂടെ ഇത് തിക്കാണ്. പക്ഷേ ഓവറോൾ നമുക്ക് ഹോൾഡ് ചെയ്യുമ്പോഴൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഡ്ജസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കർവ് ചെയ്തിട്ടുണ്ട്. ബിൽഡിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ റിയൽമി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അടിപൊളിയായിട്ടൊരു ഡിസൈനും നല്ലൊരു ബിൽഡും ഈ ഡിവൈസിന് ലഭിക്കുന്നുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് മറ്റൊരു വലിയ ചേഞ്ച് വന്നിരിക്കുന്നത്. f1.8 അപ്പേച്ചറുള്ള സോണി IMX682 എന്ന സെൻസറാണ് ഇതിൻ്റെ പ്രൈമറി ക്യാമറ സെൻസർ. 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ക്യാമറയും അതുപോലെ തന്നെ 2 മെഗാപിക്സൽ വീതമുള്ള ഡെപ്ത് സെൻസറും മാക്രോ സെൻസറും ഈ ഡിവൈസിന് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡെപ്ത് സെൻസർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറും കൂടെയാണ്. അതുകൊണ്ട് ചില ഫിൽറ്റേഴ്സ് എഫക്റ്റുകൾ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ആദ്യത്തെ 2 സെൻസറുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി 2 ക്യാമറകൾ വാഴകളാണെന്ന് വേണം നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ചിലർക്ക് അത് ഉപകാരമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇനി സെൽഫി പർപ്പസിനായിട്ട് സോണിയുടെ തന്നെ 471 എന്ന 16 മെഗാപിക്സൽ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സെൻസർ ഒത്തിരി റിയൽമി, ഓപ്പോ, OnePlus ഡിവൈസുകളിൽ വന്നിട്ടുണ്ട്. ശരിക്കും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സെൻസറാണത്. ഇനി ഓവറോൾ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഈ ഫോട്ടോകൾ തന്നെ അതിനുള്ള മറുപടി പറയും. ഇതെല്ലാം Realme 7ൽ നമ്മൾ ക്യാപ്ചർ ചെയ്ത ഫോട്ടോഗ്രാഫുകളാണ്. എല്ലാം അടിപൊളിയാണ്. എക്സ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് ആണ്. അതുപോലെ തന്നെ
വൃത്തികേടായിട്ട് സാച്ചുറേഷൻ കൂട്ടാത്ത രീതിയിൽ ഇപ്രാവശ്യം നമുക്ക് റിയൽമി ഫോട്ടോസ് നൽകുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ലോ ലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു കമൻറ്റ് എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ ക്യാമറ റിവ്യൂവിൽ പറയാം. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം, ഒരു ഡിഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഡീഗ്രേഡ് ഞാൻ കണ്ടത് 5x സൂമിലാണ്. സാംസങ്ങിൻ്റെ സെൻസർ 5x സൂമിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും ഞാൻ ക്യാമറ റിവ്യൂവിൽ പറയാം. പക്ഷേ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഫോക്കസിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. എൻ്റെ പൊന്നളിയ ഒരു രക്ഷയില്ല, പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമുക്കൊരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യാൻ തൊടണ്ട, അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ഓട്ടോ ഫോക്കസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട പോലെ തന്നെ ചെറിയ സബ്ജക്റ്റ് ആയിട്ട് പോലും അത്ര പ്രിസൈസ് ആയിട്ട് അത് ഫോക്കസ് ചെയ്തു. അപ്പോൾ പോക്കോ M2 പ്രോയും അതുപോലെ തന്നെ പോക്കോ X2 ആയിട്ടുള്ള ഒരു ക്യാമറ കമ്പാരിസൺ ഉടനെ തന്നെ വരുന്നുണ്ട്. പോക്കോ X2 ആയിട്ട് എന്താണ് ക്യാമറ കമ്പാരിസൺ നമ്മൾ പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻസർ ഇതുപോലെ തന്നെയുള്ള സോണി 686 ആണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. റിയൽമി അതിൻ്റെ കോമ്പറ്റീഷനുകളൊക്കെ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു ഏരിയയാണ് ഡിസ്പ്ലേ ടെക്നോളജി. 6.5 ഇഞ്ച് 90 ഹെർട്സ് ഡിസ്പ്ലേ ആണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഇതേ ഒരു കോൺഫിഗറേഷൻ നമ്മൾ റിയൽമി 6ലും കണ്ടതാണ്. നല്ല ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. 405 പിക്സൽസ് ഓരോ ഇഞ്ചിലും ഉണ്ട്. കോർണിംഗ് ഗുലാ ഗ്ലാസ് പ്രൊട്ടക്റ്റഡ് ആണ് ഈ ഡിസ്പ്ലേ. ഓവറോൾ സ്ക്രീൻ ടു ബോഡി റേഷ്യോ 19.5% അച്ചീവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ കഴിയും, എൻ്റെ ഇടത് കയ്യിൽ റിയൽമി 7ഉം അതുപോലെ തന്നെ വലത് കയ്യിൽ പോക്കോ M2 പ്രോയും ആണ് ഇരിക്കുന്നത്. അപ്പോൾ M2 പ്രോയിൽ 6.67 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു സൈസ് ഉണ്ട്. പക്ഷേ റിയൽമിക്ക് അതിന് മാത്രം ഒരു സൈസ് കാണാനില്ല. പിന്നെ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, റിയൽമി 7 നല്ല സ്മൂത്ത് ആയിട്ടാണ് ആ ന്യൂസ് പേപ്പറിൽ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI 1.0 ആണ് ഈ ഡിവൈസിൻ്റെ യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് സ്മൂത്ത് ആയിട്ടെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. പിന്നെ ഈ ഡിവൈസിൽ വരുന്ന ചിപ്പ് സെറ്റ് മീഡിയടെക്കിൻ്റെ ഹീലിയോ G95 എന്ന് പറയുന്ന ചിപ്പ് സെറ്റാണ്. അതൊരു പുതിയ ചിപ്പ് സെറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടല്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്ന G90Tയുടെ GPU ചെറുതായിട്ടൊന്ന് ഓവർക്ലോക്ക് ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ കോറുകളുടെ ആർക്കിടെക്ചർ ആയിക്കോട്ടെ, കോറുകളുടെ സ്പീഡ് ആയിക്കോട്ടെ, എല്ലാം സെയിം ടു സെയിം ആണ്. അപ്പോൾ റിയൽമി 6 എടുത്തവർക്കും ഒത്തിരി വിഷമിക്കാനില്ല ആ കാര്യത്തിൽ മാത്രം. പക്ഷേ ക്യാമറയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ബിൽഡിൻ്റെയും ഡിസൈൻ്റെയും കാര്യത്തിലും വ്യക്തമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ഈ ഡിവൈസിൽ നമുക്ക് വേണ്ട സെൻസേഴ്സ് എല്ലാം പ്രസൻ്റ് ആണ്. ഗെയിമേഴ്സിനുള്ള ഗൈറോസ്കോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രണ്ടിലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യുന്ന ചില കമ്പനികളൊക്കെ ഇതൊക്കെ കണ്ടാക്കൊള്ളായിരുന്നു. ഇനി ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ലാഗോ സ്റ്റട്ടറോ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞൊരു 3-4 ദിവസം നമ്മളത് ഉപയോഗിച്ച് നോക്കിയതാണ്. അതിനുശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വേറെ കാര്യങ്ങളായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളൊരു എക്സ്ട്രീം ഗെയിമർ ആണെങ്കിൽ ഞങ്ങളുടെ ഗെയിമിംഗ് റിവ്യൂ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. ഇനി ആ ചോദ്യത്തിലോട്ട് വരാം. റിയൽമി 7 ഒരു ക്വാളിറ്റി ഉള്ള ഡിവൈസാണോ? തീർച്ചയായിട്ടും. 15,000 രൂപയ്ക്ക് ഈ ഡിവൈസ് എനിക്ക് വാങ്ങാമോ? പ്രശ്നങ്ങളുണ്ടാകുമോ? ഒരു നോർമൽ യൂസറാണ് നിങ്ങളെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. 1-2 വർഷത്തേക്ക് സുഖമായിട്ട് ഈ ഡിവൈസ് നിങ്ങളുടെ കയ്യിലിരിക്കും. പക്ഷേ നിങ്ങളൊരു എക്സ്ട്രീം ഗെയിമറാണെങ്കിൽ ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്യില്ല. അതിൻ്റെ കാരണം ഗെയിമിംഗ് റിവ്യൂവിൽ ഞാൻ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ചെറിയ ട്രെയിലറായിട്ട് കണ്ടാൽ മതി. ഈ ഡിവൈസിൻ്റെ കൂടുതൽ കവറേജുകൾ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാവും. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഹാരിസ് സൈനിങ് ഓഫ് നൗ.